ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങും. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യേണ്ട വെച്ചാൽ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു. ആൻഡ് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ജനറൽ റീഡിങ്സിൽ എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ എനർജീസ് ടാപ്പ് ആവും. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചില എനർജീസൊക്കെ മാച്ച് ആവില്ല. പക്ഷെ പേഴ്സണൽ റീഡിങ്ങിൽ അങ്ങനെയല്ല, നിങ്ങളുടെ മാത്രം എനർജി ആകുമ്പോൾ അത് കൂടുതൽ മാച്ച് ചെയ്യും. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് ഒരു പെയ്ഡ് റീഡിംഗ് ആയിരിക്കും, ഈ പേഴ്സണൽ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് സ്കോർപ്പിയോക്ക് വേണ്ടിയിട്ട് ജാനുവരിയിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് മന്ത്ലി റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ജാനുവരി മാസത്തിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജാനുവരി മാസത്തിന്റെ ഓവറോൾ എനർജി ലീബ്രയ്ക്ക് വേണ്ടിയിട്ട്. 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റില് സൺ, നിങ്ങളുടെ കറണ്ട് എനർജിയാണ് 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ആണ് സ്ട്രെങ്ത്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെത്ത് ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് എടുക്കാൻ പോണത്. അപ്പോൾ ലീബ്ര, ഞാൻ ഇവിടെ കാണുന്നത് 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. നിങ്ങൾ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു ഈ സമയത്ത്. എന്താ അതിൻ്റെ കാരണം എന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇത് ഒരു വഴിയും ഇല്ലാന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യണു. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് പുറത്തു വരാനും പറ്റില്ല, ഒരു കാര്യം എന്തെങ്കിലും ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫാക്ട് ഇവിടെ എന്താ വെച്ചാൽ ഇതൊരു മെന്റൽ എനർജിയാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ സ്റ്റാഗ്നന്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങൾ സ്റ്റാഗ്നന്റ് ആണ്, നിങ്ങൾ ഹെൽപ്ലെസ് ആണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ 8 ഓഫ് സോഡ്സിന്റെ കാരണം? ഏസ് ഓഫ് സോഡ്സ് ആൻഡ് ഇവിടെ ഉണ്ട് പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇതൊരു പുതിയ ഓഫറുടെ റിലേറ്റഡ് ആയിരിക്കാം. ഇല്ല വെച്ചാൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാഗ്നൻസിന്ന് നിങ്ങൾ പുറത്ത് വരാനുള്ള വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സൊല്യൂഷനും തരുന്നുണ്ട് ഈ മാസം. അപ്പൊ ഈ സ്റ്റാഗ്നൻസി എന്താണെന്ന് എക്സാക്ട്ലി അഗൈൻ എനിക്ക് അതിന്റെ ക്ലിയർ ആയി മെസ്സേജ് കിട്ടുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ ഈ മാസം കിട്ടും. നിങ്ങൾക്ക് ചില പുതിയ ബിഗിനിങ്സ്, പുതിയ ഓഫേഴ്സ് ഉണ്ട് ഈ മാസം. ആൻഡ് ഈ സ്റ്റാഗ്നൻസിന്ന് പുറത്തു വരാനുള്ള ഐഡിയ ആൻഡ് സൊല്യൂഷനും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ് മറ്റേ കാർഡ്സ് എന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ സൺ ആണ്, ലിയോ എനർജി. ഇത് ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഇത് ഒരു അബണ്ടൻസിന്റെ എനർജിയാണ്, ഹാപ്പിനെസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൻസ്, ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ? നിങ്ങൾ ഏതോ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് നിങ്ങളുടെ ഫാമിലിയുടെ അപ്രൂവൽ ഇല്ല വെച്ചാൽ നിങ്ങളുടെ ബോസിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തോ പാസ്റ്റിൽ തുടങ്ങി അത് നല്ല ഒരു
പോസിറ്റീവ് വേയിൽ മുമ്പോട്ട് പോകണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയോ നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡിലായി. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള അപ്രൂവൽ ഇല്ല വെച്ചാൽ എന്തെങ്കിലും അതിന്റെ ആക്ഷൻ എടുക്കണം വെച്ചാൽ വേറെ ഒരു പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി നിങ്ങളും ഏതോ ഒരു പേഴ്സന്റെ ഇടയ്ക്ക് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെ അപ്രൂവൽ ഇല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയുടെ അപ്രൂവൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിനെ ഒഫീഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇതൊരു ജോബിന്റെ കാര്യമാണ് വെച്ചാൽ എന്തോ ഒരു പുതിയ പ്രോജക്റ്റ് ഇല്ല വെച്ചാൽ എന്തോ ഒരു പുതിയ ബ്രേക്ക് ത്രൂ ഉണ്ടായി നിങ്ങളുടെ കരിയറിൽ. പക്ഷെ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിന്റെ അപ്രൂവൽ വേണം, ഇല്ല വെച്ചാൽ എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ അപ്രൂവൽ വേണം, അങ്ങനെയും ആവാം. ഇപ്പൊ നിങ്ങളുടെ കറന്റ് എനർജിയിൽ ഞാൻ കാണുന്നത് 10 of Cups ആണ്. അപ്പൊ 10 of Cups ഇവിടെ ഒരു ഇമോഷണലി ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എന്താണ് ഈ 10 of Cups? ഹെർമിറ്റ്, 3 of Swords. അപ്പൊ എന്തോ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടായത് അത് ഈ മാസം എവിടെയോ വർക്ക്ഔട്ട് ചെയ്യൂല. ഓക്കെ, നിങ്ങള് അങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ ആയിരുന്നു നിങ്ങളുടെ. ഇത് ജോലിയിലായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിലാവാം. പക്ഷെ ഇവിടെ ഞാൻ ഒരു സെപ്പറേഷൻ ആൻഡ് ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന വെച്ചാൽ അത് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണുന്നത്. ഇപ്പൊ ഫ്യൂച്ചറിൽ 8 of Pentacles ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫ് ക്യാരി ഓൺ ചെയ്യേണ്ട, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് അതൊരു പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ ഫിസിക്കലി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇമോഷണലി ഇപ്പോഴും ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കുറച്ചൊരു സ്റ്റാഗ്നൻസി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല, ഓറെൽസ് ആ സിറ്റുവേഷൻ, ആ കരിയർ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കുന്നു. അതാണ് ഞാനിവിടെ ഫ്യൂച്ചറിൽ കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ടോറസ് എനർജി, ഇതൊരു മണി മൈൻഡഡ് പേഴ്സൺ ആണ്, കരിയർ ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടാച്ചാൽ ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ ചാലഞ്ചിങ് ആണ് ഈ മാസം. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടും ഒരു അൺഷുവർ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറും കാണില്ല. പറഞ്ഞാൽ ഫ്യൂച്ചർ ഒരു പോസിറ്റീവ് വേയിലല്ല നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത്, എന്താ ഡിസിഷൻ എടുക്കേണ്ടത്, അതൊന്നും അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത് ആൻഡ് ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കാനാണ് പറയണത്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാനാണ് പറയണത്. ഈ ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യണത് ഈ മാസം നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് വിടണം എന്നുണ്ട്, വേറെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്, വേറെ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ മനസ്സിലുണ്ട് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗോ അഹെഡ് ഉണ്ട്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഹാപ്പിനെസ് ഇല്ല വെച്ചാൽ അത് പെർസ്യൂ ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക. ഒരു സിറ്റുവേഷനിൽ സ്റ്റാഗ്നന്റ് ആയിട്ട് ഹാപ്പി അല്ലാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഹാപ്പിനെസ് ഇല്ല വെച്ചാൽ അവിടെ പോവാം. ഇവിടെ ഹിഡൻ ഫാക്ടറിൽ ഡെത്ത് ഉണ്ട്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും എന്തോ ഒരു ചേഞ്ച് ഉണ്ട് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വലിയ ചേഞ്ച് ആണ് അത്. ഡെത്ത് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ആ സിറ്റുവേഷനിൽ തിരിച്ചു പോവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ചേഞ്ച് ആണ്. കിങ് ഓഫ് സോർഡ്സ് ഇവിടെ അക്വേറിയസ് എനർജി ആൻഡ് ജസ്റ്റിസ് നിങ്ങളുടെ തന്നെ എനർജിയാണ്, ലീബ്ര എനർജിയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ ഡിസിഷനാണ് എടുക്കുന്നത് ഈ മാസം. പ്രാക്ടിക്കൽ അപ്രോച്ച്, ഒരു ബാലൻസ്ഡ് പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണത് ഈ മാസം. ആൻഡ് നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കണു നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പം നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് സോർഡ്സ്.
പേജ് ഓഫ് സോഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ട്. ഡെവിൽ ഉണ്ട് ഇവിടെ, കാപ്രിക്കോൺ എനർജി ആൻഡ് 2 ഓഫ് കപ്സ്. എസ്പെഷ്യലി ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കാരണം, ആ ഇൻഫർമേഷൻ്റെ കാരണം ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, ഈ പേഴ്സൺ ടോക്സിക് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ടോക്സിക് ആയിരുന്നു. എന്തായാലും നിങ്ങൾ അതിന് പുറത്താണ് പറയണത്. 2 ഓഫ് കപ്സ് ഇവിടെ ലവിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട കുറച്ച് സമയം എടുക്കും, പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യും. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഞാൻ പറഞ്ഞ മാതിരി ഇതിനെക്കാട്ടിലും ഒരു കുറേ കൂടി സ്റ്റേബിൾ എനർജി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലീബ്ര. ഞാൻ ഇപ്പോൾ ഒരു ഓറക്കിൾ മെസ്സേജ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്, അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.